ചടയമംഗലത്ത് ഹോട്ടലുടമയെ ജീവനക്കാരൻ കുത്തിക്കൊലപ്പെടുത്തി. സ്പൈസി ഹോട്ടലുടമ സക്കീർ ഹുസൈനെയാണ് കൊല ചെയ്തത്. ഹോട്ടൽ ജീവനക്കാരൻ മലപ്പുറത്തുകാരൻ ഇർഷാദ് ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. കൊലതെന്ന സൂര്യഗായത്രി വിവരങ്ങളുമായി ചേരുന്നു. പറയൂ സൂര്യഗായത്രി. ഇന്ന് വൈകിട്ട് 4:30 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ചടയമംഗലത്തെ ഹോട്ടൽ ഉടമയെ ജീവനക്കാരൻ തന്നെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. ചടയമംഗലം ആക്കൽ സ്വദേശി സ്പൈസി ഹോട്ടൽ നടത്തിവരുന്ന സക്കീർ ഹുസൈനാണ് മരിച്ചത്. ജീവനക്കാരൻ ഇർഷാദിനെ ഇപ്പോൾ തിരുവനന്തപുരം മണ്ണന്തലയിൽ നിന്ന് പോലീസ് പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഇർഷാദ് സക്കീർ ഹുസൈന്റെ തന്നെ കടയ്ക്കലെ ഹോട്ടലിൽ ജോലി ചെയ്ത് വരികയായിരുന്നു. 2 മാസം മുമ്പേ ശമ്പള പ്രശ്നത്തിൽ ജോലി നിർത്തി ഇയാൾ നാട്ടിൽ പോയി. പക്ഷേ വീണ്ടും 1 മാസമായിട്ടേ ഈ ജോലിക്ക് തിരികെ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ശമ്പളവുമായി ബന്ധപ്പെട്ടുള്ള തർക്കം ഈ ഹോട്ടൽ ഉടമയും ജീവനക്കാരനും തമ്മിലുണ്ടായിരുന്നു. ഇതിനിടയിലാണ് സക്കീർ ഹുസൈൻ താമസിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ഈ ജീവനക്കാരൻ ഇയാളെ കുത്തി കൊലപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം ഇയാൾ തിരുവനന്തപുരത്തേക്ക് രക്ഷപ്പെടുകയായിരുന്നു. ഈ നിലവിളി കേട്ട് സമീപവാസികൾ എത്തി സക്കീർ ഹുസൈനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രതിയായിട്ടുള്ള ഇർഷാദ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. ഇയാൾ മലപ്പുറം സ്വദേശിയാണ് എന്നുള്ളതാണ്, മംഗലപുരം സ്വദേശിയാണ് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ അറിയിക്കുന്ന വിവരം. എന്തായാലും തുടർ നടപടികൾ പോലീസ് സ്വീകരിച്ചു വരുന്നു. മരിച്ച ഹോട്ടൽ ഉടമയുടെ ചിത്രമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടത്. എന്തായാലും അവിടെ നിർഭാഗ്യകരമായി ചെറിയൊരു കൂലിത്തർക്കത്തിൻ്റെ പേരിൽ മുതലാളിയെ തന്നെ കുത്തി കൊലപ്പെടുത്തി എന്നുള്ളത്. കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താണ് ഈ സംഭവം ഉണ്ടായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.